പ്രധാനമന്ത്രി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങാൻ തിരുവനന്തപുരം മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള BJP കൗൺസിലർമാരും മെമ്പർമാരും ഡൽഹിക്ക് തിരിച്ചു. സംസ്ഥാനത്തു നിന്നും 119 പേരുടെ സംഘമാണ് ഡൽഹിയിൽ എത്തുന്നത്. വ്യാഴാഴ്ചയാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. 50 കൗൺസിലർമാർ 6 ദിവസം ഒരുമിച്ചുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവിടെ ഉണ്ട്. അതിൽ പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കും, പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ യാത്ര മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ജി, ജില്ലാ പ്രസിഡന്റ് കരമന ജയൻചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഈ യാത്രയോടൊപ്പം ചേരും. സംസ്ഥാന അധ്യക്ഷൻ അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും. തീർച്ചയായിട്ടും ഈ യാത്ര ഈ 50 കൗൺസിലർമാരുടെ 119 പേരുടെ ഒരു സംഘമാണ് ഇന്ന് ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നത്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ കേരളത്തിലെ ജനപ്രതിനിധികൾ ഈ ട്രെയിനിലേക്ക് കയറും. ഈ ട്രെയിനിൽ കയറുന്ന ആൾക്കാർക്ക് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകും. കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ മുതൽ 8 സംസ്ഥാനങ്ങളിൽ ഈ സംഘത്തിന് സ്വീകരണം നൽകും. ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ ഈ സംഘത്തിന് നേതൃത്വം നൽകും, സ്വീകരണം നൽകും. ശ്രീ രാജീവ് ചന്ദ്രശേഖരും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരും അടങ്ങുന്ന ഈ സംഘത്തിന് കിട്ടിയിരിക്കുന്നത് ഒരു അപൂർവമായിട്ടുള്ള ബഹുമതിയാണ്. ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അങ്ങേയറ്റം നന്ദിയുണ്ട്. വിവരങ്ങളുമായി MS വീണയും കൊല്ലത്ത് നിന്ന് M മനോജും ചെയ്തിട്ടുണ്ട്. ആദ്യം മനോജിലേക്ക് പോകാം. മനോജ്, ചരിത്രയാത്രയാണിത്. മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാകും ചർച്ചയാവുക? മനോജ്. അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. അതായത് അനന്തപുരിയിൽ നിന്നും രാജ്യ തലസ്ഥാനത്തേക്ക് യാത്ര തിരിക്കുന്ന കൗൺസിലർമാരും മേയറും അവരോടൊപ്പം കൂടെ പോകുവാനായി കൊല്ലം ജില്ലയിൽ നിന്ന് 3 പ്രതിനിധികൾ കൂടെയുണ്ട്. ഇവിടെ BJPയുടെ വെസ്റ്റ് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റുമാരടക്കം അവരെ യാത്ര അയക്കുവാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കേരള എക്സ്പ്രസ് ഇവിടേക്ക് എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നിന്നും എത്തുന്നവർ ഇവിടെ എത്തുമ്പോൾ അവർക്കും മേയർക്കടക്കം സ്വീകരണമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ കൊല്ലം ജില്ലയിൽ നിന്നും പോകുന്ന പ്രതിനിധികളാണ്. എന്തായാലും BJPയുടെ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത് കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും വലിയൊരു സ്വീകരണം അനന്തപുരിയിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. അത് ഓരോ ജില്ലയിലും പോകുമ്പോൾ, അതായത് ഈ ട്രെയിൻ എത്തുന്ന ഓരോ സ്റ്റേഷനിലും ഇത്തരത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ഡൽഹിയിൽ ചെല്ലുന്നിടത്ത് BJPയുടെ എല്ലാ പ്രവർത്തകന്മാരുടെയും സ്വീകരണ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാണ്, അതോടൊപ്പം സന്തോഷമാണ്. കേരളത്തിൽ BJP ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, ഏറ്റവും മുന്നേറ്റമുണ്ടായ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, അങ്ങനെയുള്ള 100-ലധികം ആൾക്കാരാണ് ഡൽഹി സന്ദർശിക്കുന്നത്. അവർക്ക് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സന്ദർശിക്കുവാനും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കേന്ദ്ര കാര്യാലയത്തിൽ പോയി ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട്. കേരളത്തിലെ BJPയെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് നാഷണൽ പാർട്ടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരവിനെ ഏറെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അശ്വതി, ഇപ്പോൾ ട്രെയിൻ ഇവിടേക്ക് എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് കേരള എക്സ്പ്രസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിലാണ് മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് അടക്കമുള്ള കൗൺസിലർമാരും എല്ലാവരും ഉള്ളത്. എന്തായാലും അവരൊക്കെ തന്നെ ഈ ചരിത്ര യാത്രയുടെ ഭാഗമാകുമ്പോൾ ഓരോ സ്റ്റേഷനുകളിലും ലഭിക്കുന്ന സ്വീകരണം അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇത് ആദ്യ സ്വീകരണമെന്ന് നമുക്ക് വേണമെങ്കിൽ, അതായത് യാത്ര തിരിച്ചുള്ള ആദ്യ ഇടമാണ്, അടുത്ത ജില്ലയാണ്. ഇവിടെ നിന്നും സ്വീകരണം ലഭിക്കും. ഇനി ഇവിടെ നിന്നും പോകുന്ന സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള സ്വീകരണ പരിപാടികളുണ്ടാകും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തും ഇങ്ങനെ തന്നെയാണ് ഈ സ്വീകരണ പരിപാടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ പോകുന്ന കൗൺസിലർമാർ, മേയർ, അവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയാണ് അനന്തപുരിയിലടക്കം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ടായിരുന്ന BJPയുടെ പ്രതിനിധികൾക്കടക്കം ഇത്തരത്തിലുള്ള ഈ സ്വീകരണം അത് ഓരോ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രവർത്തകരൊക്കെ മുദ്രാവാക്യം മുഴക്കി അവരെ സ്വീകരിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാം അല്പസമയത്തിനകം തന്നെ മേയർ അടക്കമുള്ളവർ ഈ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടേക്ക് ഇറങ്ങും. കൗൺസിലർമാരടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് വലിയൊരു ചരിത്രയാത്രയുടെ ഭാഗമായി എല്ലാവരും അങ്ങനെ ഈ യാത്രയുടെ ഭാഗമായി എല്ലാവരും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷയും ആവേശവും തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് ഇപ്പോൾ കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നു. ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള ആശാനാഥ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അവരൊക്കെ തന്നെ ഈ ഒരു സ്വീകരണം ഏറ്റുവാങ്ങുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. എന്തായാലും
BJPയുടെ ജില്ലാ പ്രസിഡന്റുമാരടക്കം ഈ സ്വീകരണത്തിന്റെ ഭാഗമാകുകയാണ്. എന്തായാലും രാജേഷേട്ട വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു യാത്ര നൽകുന്നത്. ഈ ചരിത്ര യാത്രയുടെ ഭാഗമാകുമ്പോൾ എന്താണ് കൊല്ലത്തെ ജനതയോട് അടക്കം പറയാനുള്ളത്? വലിയ സന്തോഷമുണ്ട്. മാത്രവുമല്ല, ഈ യാത്ര കേവലം ഒരു യാത്രയല്ല, ഒരു പുതിയ തലമുറ പ്രവർത്തകർക്ക് തന്നെ പാർലമെന്ററി പ്രവർത്തനത്തിൻ്റെ മറ്റൊരു തലം കൂടി പഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഡൽഹിയിലുള്ള ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും മറ്റ് സാധ്യമായ മന്ത്രിമാരോടൊക്കെ തന്നെ ഏതൊക്കെ പദ്ധതികളാണ് കേരളത്തിലും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് മറ്റ് പഞ്ചായത്തുകളിലൊക്കെ തന്നെ നടപ്പിലാക്കാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടാൻ സാധിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അത്തരത്തിൽ തന്നെയാണ്. എന്തായാലും യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. ഡൽഹിയിലേക്ക് പോവുകയാണ്, പ്രധാനമന്ത്രി നേരിട്ട് കാണുകയാണ്. അനന്തപുരിക്ക് വേണ്ടിയായിരിക്കും ഈ ഒരു യാത്ര, അനന്തപുരിക്ക് വേണ്ടിയുള്ള തീർച്ചയായിട്ടും എല്ലാവരും ഒരുപാട് എക്സൈറ്റഡ് ആണ്. എല്ലാവരും തീർച്ചയായും ഇവിടെയുള്ള പ്രവർത്തകരൊക്കെ വലിയ തരത്തിൽ ആവശ്യഭരിതരായി തന്നെയാണ് മുദ്രാവാക്യമൊക്കെ മുഴക്കുന്നത്. കാരണം പ്രധാനമന്ത്രി നേരിട്ട് തന്നെ, അതായത് ഈ പ്രവർത്തകരെയൊക്കെ കാണുവാൻ ഈ കൗൺസിലർമാരെയും അതോടൊപ്പം തന്നെ മേയറേയും അടക്കം വസതിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അവരൊക്കെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ കൃത്യമായും അനന്തപുരിയുടെ വികസനത്തെക്കുറിച്ചും സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിലെ വികസന കാര്യങ്ങൾ അവിടെ ചർച്ചയാകും എന്നതിൽ മാറ്റമില്ല. എന്തായാലും ആ ചരിത്ര യാത്രയുടെ ഭാഗമാകുകയാണ്. ഇവിടെ കൗൺസിലർമാരുടെ ഇവിടെ ഓരോ ബോഗികളിലായി ഉണ്ട്. എന്തായാലും ആദ്യ യാത്രയാണല്ലേ ഡൽഹിയിലേക്ക്? വളരെ പ്രതീക്ഷ നൽകുന്നത്. കോർപ്പറേഷനിലെ കൗൺസിലർമാരാണോ? പഞ്ചായത്ത്. ഏത് പഞ്ചായത്തിൽ നിന്നാണ്? വിളപ്പിൽ. ഞാൻ കലിയൂർ പഞ്ചായത്താണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണ്. അതെ, അവരെല്ലാവരും അങ്ങനെ ആ യാത്ര തിരിക്കുകയാണ്. മേയർ അടക്കം ഈ ട്രെയിനിലുണ്ട്. കൊല്ലം ജില്ലയിലെ, അതായത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടായുള്ള ഈ സ്വീകരണം ഏറ്റുവാങ്ങി അവർ യാത്ര തിരിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പ്രധാനമന്ത്രിയുമായും സംസാരിക്കുവാനുള്ള ആ ഒരു അവസരം അത് ലഭിക്കുകയാണ്. അതിൽ കൃത്യമായും വികസന കാര്യങ്ങൾ ചർച്ചയാകുമെന്നുള്ളത് തന്നെയാണ്. അനന്തപുരിയുടെ സമഗ്രമായിട്ടുള്ള ഒരു വികസനം, അതായത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്രയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഘട്ടത്തിൽ അനന്തപുരിയിൽ ഭരണം ജനങ്ങളെ വിശ്വസിച്ച് നൽകിയതാണ്. അതുകൊണ്ട് അതിൽ ഒരു മാറ്റവും വരുത്തില്ല. അതായത് ഇനിയുള്ള ഭാവി തലമുറയ്ക്ക് വേണ്ടി ഉള്ള യാത്രയാണ്. അത് കൃത്യമായും ഈ യാത്രയുടെ ഭാഗമാകുമ്പോൾ അത് അനന്തപുരിയിൽ മാത്രമല്ല, കൊല്ലത്ത് നിന്നും ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അനന്തപുരിയിൽ നിന്ന് മാത്രമല്ല, ഈ കൊല്ലത്ത് നിന്നും പ്രതിനിധികൾ പോകുമ്പോൾ ഈ കൊല്ലത്തിനും പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും കൊല്ലത്ത് ചെറക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നൊരാൾ, കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരാൾ, നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ 3 പേരാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് പോകുന്നത്. കൊല്ലത്ത് നിന്ന് ജയിച്ച, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്ന് ജയിച്ച ജനപ്രതിനിധികളെ സംബന്ധിച്ച് അവർക്ക് ദേശീയ പാർട്ടി കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായി ഈ സന്ദർശനത്തെയാണ് നമ്മൾ കാണുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മുടെ പ്രവർത്തകന്മാർ എല്ലാ സ്ഥലത്തും ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മളോടൊപ്പം കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് കൂടെ ചേരുകയാണ്. അവിടെ നിന്നും, അതായത് ഈസ്റ്റിൻ്റെ പരിധിയിൽ നിന്നടക്കം പ്രതിനിധികൾ പോകുന്നുണ്ടല്ലേ? ഈസ്റ്റിൽ നിന്ന് നമ്മുടെ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോകാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാന നിമിഷമാണ്. കാരണം ജനപ്രതിനിധികൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക എന്ന് വെച്ചാൽ, കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊപ്പം മീറ്റിങ്ങിൽ പങ്കെടുക്കുക, അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വസതിയിൽ യാത്ര ചെയ്യാൻ പറ്റുക ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. തീർച്ചയായും എന്തായാലും കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ ആ വികസന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളുമായി ഈ ഒരു യാത്ര പോയിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകുന്നത് അനന്തപുരിയുടെ മേയറാണ്, അഡ്വക്കേറ്റ് വി രാജേഷ്. അദ്ദേഹം നമ്മളോട് ആ വിവരങ്ങളൊക്കെ അല്പനേരം മുമ്പ് പങ്കുവച്ചിരുന്നു. എന്തായാലും ട്രെയിൻ ഇവിടെ നിന്നും യാത്ര തിരിച്ചുകയാണ്.